മലയാള സിനിമയിൽ പരുക്കൻ മുഖവും ശബ്ദവും കരുത്തുമായി എത്തിയ കുടവട്ടൂരുകാരനായ നടനെ മലയാളി വെറുത്തുകൊണ്ടാണ് ഏറ്റെടുത്തത്. 3 ദശാബ്ദക്കാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നടന വൈഭവത്തിൻ്റെ ഉടമയായ മുരളി അരങ്ങൊഴിഞ്ഞു പോയിട്ടും ജീവൻ തുടിക്കുന്ന നിരവധി കഥാപാത്രങ്ങളായി അദ്ദേഹം മകനായും സുഹൃത്തായും ഭർത്താവായും അച്ഛനായും ഇന്നും ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. 1954 മെയ് മാസം 25-ന് കൊല്ലം കുടവട്ടൂരിലെ പി കൃഷ്ണപിള്ളയുടെയും ദേവകിയമ്മയുടെയും മകനായി ജനിച്ചു. സ്കൂൾ കാലഘട്ടത്തിന് ശേഷം തിരുവനന്തപുരം MG കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി, അവിടെ നിന്ന് ബിരുദ പഠനത്തിനായി ശാസ്താംകോട്ട DB കോളേജിലെത്തിയപ്പോഴേക്കും SFI എന്ന വിദ്യാർത്ഥി സംഘടനയുടെ നേതാവായി മുരളി മാറിക്കഴിഞ്ഞിരുന്നു. അല്പം രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച മുരളി നിയമത്തിൽ ബിരുദവും നേടി. പഠനം അവസാനിപ്പിച്ച് സർക്കാർ സർവീസിൽ ഒരു ഗുമസ്തനായി സ്വസ്ഥമായ ഔദ്യോഗിക ജീവിതത്തിലേക്ക് കടന്നു. പക്ഷേ ഉള്ളിൽ പൂർത്തീകരിക്കാത്ത ഒരു അഭിലാഷം പോലെ കല കിടന്നിരുന്നു. സ്കൂൾ കാലത്ത് തന്നെ ഉള്ളിൽ നിറഞ്ഞിരുന്ന നാടകത്തിലേക്ക് മുരളി ഇറങ്ങുകയായിരുന്നു. അഭിനയത്തിൻ്റെ അതിരുകൾ ഭേദിച്ചുകൊണ്ടുള്ള ഒരു പ്രയാണത്തിലേക്ക്, ഔദ്യോഗിക ജീവിതം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു യാത്ര. അന്നാണ് നരേന്ദ്രപ്രസാദുമായി ചേർന്ന് നാട്യഗൃഹം എന്ന കലാകൂട്ടായ്മയ്ക്ക് നാടക കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്. അക്കാലത്ത് ലഭിച്ച സൗഹൃദങ്ങളുടെ ഭാഗമായി ആദ്യമായി ചലച്ചിത്രത്തിലേക്ക് എത്തിയത് 1979-ലാണ്. ഭരത് ഗോപിയായിരുന്നു ഞാറ്റടി എന്ന ആ ചിത്രത്തിൻ്റെ സംവിധായകൻ. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ആ ചിത്രം പുറത്തിറക്കാൻ കഴിഞ്ഞില്ല. മുരളിയുടെ രഘുവായുള്ള വേഷപ്പകർച്ച പെട്ടിയിൽ തന്നെ ഒതുങ്ങി. മുരളി വീണ്ടും നാടകത്തിൽ സജീവമായി. വീണ്ടും 6 വർഷത്തിനു ശേഷം മുരളിയെ തേടിയെത്തിയത് അരവിന്ദൻ എന്ന സംവിധായകനായിരുന്നു. 1985 ചിദംബരം എന്ന ചിത്രത്തിലെ ചെറിയാനായുള്ള വേഷപ്പകർച്ച മുരളി എന്ന നടന്റെ വരവ് മലയാള ചലച്ചിത്രത്തെ അറിയിച്ചുകൊണ്ടായിരുന്നു. തൊട്ടടുത്ത വർഷം തന്നെ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത മീനമാസത്തിലെ സൂര്യനും പുറത്തിറങ്ങി. ഒന്നിനു പിറകെ ഒന്നായി മുരളി എന്ന നടനെ തേടി നിരവധി കഥാപാത്രങ്ങൾ എത്തിക്കൊണ്ടേയിരുന്നു. ഒരു നായകനാകാൻ വേണ്ട കഴിവുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ലഭിച്ചതൊക്കെയും പ്രതിനായക വേഷങ്ങളും സ്വഭാവവേഷങ്ങളും മാത്രമായിരുന്നു. എങ്കിലും അഭിനയത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം മലയാളത്തിലെ മികച്ച നടന്മാരുടെ പട്ടികയിലേക്ക് മുരളി എന്ന നടനെയും എഴുതി ചേർത്തു. ലഭിക്കുന്ന ഏത് കഥാപാത്രത്തെയും പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് നിറയ്ക്കാൻ മുരളി എന്ന അതുല്യ നടന് കഴിഞ്ഞിരുന്നു. അതിന് നിരവധി ഉദാഹരണങ്ങളും നമുക്ക് മുന്നിലുണ്ട്. അതിനിടയിൽ 1992 ജോർജ് കിത്തു സംവിധാനം ചെയ്ത ആധാരം എന്ന ചിത്രത്തിലെ ബാപ്പുട്ടി എന്ന കഥാപാത്രം ഏറെ പ്രശംസ പിടിച്ചുപറ്റി. അതുമാത്രവുമല്ല, ആ വർഷത്തെ കേരള സർക്കാരിൻ്റെ മികച്ച നടനുള്ള പുരസ്കാരവും മുരളിക്ക് ലഭിച്ചു. 6 തവണ കേരള സർക്കാരിൻ്റെ മികച്ച നടനുള്ള പുരസ്കാരവും നേടാൻ മുരളിക്ക് കഴിഞ്ഞതിന് പിന്നിലും അസാമാന്യ നടന വൈഭവമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. മുരളി ജീവൻ കൊടുത്ത കഥാപാത്രങ്ങളിൽ അപ്പുമേസ്ത്രിക്കുള്ള സ്ഥാനം വളരെ വളരെ വലുതാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ഒരു നെയ്ത്തുകാരൻ്റെ ഭാവവും രൂപവും ഏറെ തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ മുരളിക്ക് കഴിഞ്ഞു. പ്രിയനന്ദനൻ സംവിധാനം നിർവഹിച്ച നെയ്ത്തുകാരൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മുരളിയെ ദേശീയ പുരസ്കാരം തേടിയെത്തി. ഓരോ ചിത്രങ്ങളിലും നോട്ടങ്ങളിൽ പോലും വ്യത്യസ്തമാർന്ന തികവുകൾ വരുത്താൻ ആ മഹാനായ കലാകാരന് കഴിഞ്ഞു. നാടകത്തിലും എഴുത്തിലും നേട്ടമുണ്ടാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ലങ്കാലക്ഷ്മി എന്ന നാടകത്തിലെ രാവണവേഷത്തിന് പ്രത്യേക പ്രശംസ ലഭിച്ചു. കുമാരനാശാനെക്കുറിച്ച് അദ്ദേഹം രചിച്ച അഭിനേതാവും ആശാൻ കവിതയും എന്ന രചനയ്ക്ക് സംഗീത നാടക അക്കാദമി പുരസ്കാരം നേടാനും കഴിഞ്ഞു. ഭാഷയ്ക്കപ്പുറത്തേക്കും അഭിനയത്തെ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അഭിനയത്തിൻ്റെ തിരക്കുകൾക്കിടയിലും രാഷ്ട്രീയത്തെ മുറുകെ പിടിച്ച മുരളി 1999 ആലപ്പുഴയിൽ നിന്ന് ലോക്സഭാംഗമായി മാറി. തിരക്ക് പിടിച്ച ജീവിതം മുരളി എന്ന നടനെ ഒരു പ്രമേഹ രോഗിയാക്കി മാറ്റി. ഒടുവിൽ ആ ദിവസവും വന്നു. 2009 ആഗസ്റ്റ് 6. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ പ്രാർത്ഥനകളെ വിഫലമാക്കിക്കൊണ്ട് മലയാളികളുടെ പ്രിയ നടൻ വിട പറഞ്ഞു. അദ്ദേഹം അനശ്വരമാക്കിയ നിരവധി കഥാപാത്രങ്ങൾ അരങ്ങൊഴിയാതെ മലയാളി മനസ്സിൽ ബാക്കി വെച്ച് മുരളി എന്ന കലാകാരന് വിട പറഞ്ഞു.